ഹലോ ഹായ് വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയുടെയും വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല ചെറിയ ചെറിയ വിശേഷങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ എൻ്റെ. ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താണെന്നല്ലേ. ഞാൻ സ്കൂളിലില്ലാതായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെറിയ ചെറിയ വർക്കുകൾ കൊടുക്കും. മുറ്റത്ത് മഴ പെയ്തിട്ട് നല്ല വെള്ളം നിന്നിട്ട് ആകെ ചളി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മണ്ണിട്ടിട്ട് നിരത്തി കഴിഞ്ഞാൽ അവിടെ നീറ്റായി കിടക്കുമല്ലോ. അപ്പോൾ അതൊന്ന് അവൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞതാണ്, കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നീ അവിടെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. അവൻ നീറ്റായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലോട്ട് വരാം. ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ മസാല എല്ലാം ഇട്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കണമെന്ന് ഞാൻ ഓർത്തത്, പക്ഷെ നടന്നില്ല. ഞാൻ 1 കിലോ ചിക്കനാണ് വയ്ക്കുന്നത്. അതിലൊരു 4 സബോള വഴറ്റി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കി അതിലിട്ടു. പിന്നെ 2 സ്പൂൺ മുളകും പൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനതിൽ മല്ലി ചേർത്തിട്ടില്ല കേട്ടോ. ചിക്കൻ മുളക് ഇടണം കേട്ടോ. 3 തക്കാളി നന്നായിട്ട് ചെറുതാക്കി കുൻകുന അരിഞ്ഞിട്ടിട്ടുണ്ട്. അതൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞതിന് ശേഷം ഞാൻ നന്നായി ഇളക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ ചിക്കനായിട്ട് നന്നായി ഇളക്കി കൊടുത്തു. ഇത് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സബോള നന്നായി വഴറ്റി അതിൽ ഒരു പകുതി തക്കാളിയും 2 പച്ചമുളകും പിന്നെ സ്പൈസസും എല്ലാം ഇട്ട് വഴറ്റി അതിലൊരു 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നന്നായി വേവിക്കാൻ വെച്ചു. അരിയിട്ടിട്ട് തിളച്ചതിന് ശേഷം അരിയിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോള് പറഞ്ഞ പണി അവൻ നീറ്റായി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയും തൈര് കച്ചമ്പർ പപ്പടം ഇതായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഇരുന്നു. ഞാൻ വോയിസ് കൊടുക്കുന്നതിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. കുറേ ചെയ്താലല്ലേ നമുക്ക് പഠിയുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. ശരിയാവും, ഒരുപാട് ചെയ്തിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കേട്ടോ എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.